എടി സിന്ധു, സിന്ധു. ഓ, ഇങ്ങനൊരു പൊട്ടി പെണ്ണിനെയാണല്ലോ ഈശ്വരാ എന്റെ മോന് കിട്ടിയത്. ഇതിനു വേണ്ടി എന്ത് പാവം ചെയ്തോ എന്തോ ഞാൻ. സിന്ധു, എടി. അമ്മ എന്നെ വിളിച്ചാ? ഡേ, ഈ പാത്രങ്ങൾ കിടന്ന് ഉണങ്ങണ കണ്ടില്ലേടി? ഇത് ഉണങ്ങുന്നതിന് കഴിയിക്കണമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഓ കണ്ടതല്ലേ. ഇതേ ഞാൻ കഴിച്ച പാത്രമൊന്നുമല്ല, നിങ്ങളെ പുന്നാര മോളുണ്ടല്ലോ അവള് കഴിച്ച പാത്രം. വേണമെങ്കിൽ അവളെ കൊണ്ട് കഴിപ്പിക്ക്. പിന്നുണ്ടല്ലോ ഈ എടി പൊടി എന്നുള്ള സംസാരമൊന്നും എന്റെ അടുത്ത് വേണ്ട. എനിക്കൊരു പേരുണ്ട്, അതറിയില്ലേ? പറ്റുണ്ടി എന്നെ അങ്ങനെ വിളിച്ചാൽ മതി. കൂടുതൽ വിളച്ചെടുക്കല്ലേ എന്റെ അടുത്ത്. ഡേ, നീ എന്തോന്ന് വിളിച്ചടി? തള്ളയെന്നോ? എനിക്കിത് വേണോടി. എന്റെ മോൻ എത്രയോ നല്ല നല്ല ആലോചനകൾ വന്നതാ. പിന്നെ എന്താ അതിലൊന്നിനെ കൊണ്ട് കെട്ടിപ്പിക്കാത്ത? അതെങ്ങനെ? എന്റെ ചെറുക്കന് നീ തന്നെ മതിയെന്ന് പറഞ്ഞ് വാശിയായിരുന്നില്ലേ? എങ്ങനെ അനുഭവിക്കാനുള്ള യോഗം ഞങ്ങൾക്ക് കിടക്കുന്നടി, അതാ. അതെ, വെറുതെ വലിഞ്ഞു കയറി വന്നേന്നും അല്ലല്ലോ. ചോദിച്ച സ്ത്രീധനാണ് തെറ്റാതെ തന്നിട്ടല്ലേ വന്നത്. അപ്പൊ കൂടുതൽ ഭരണമൊന്നും വേണ്ട. കൂടുതൽ നെഗളിപ്പിന്റെ അടുത്ത് എടുക്കല്ലേ. ആ അതെ, എനിക്കും പറയാനുള്ളൂ. ഈ പറഞ്ഞ സാധനം എന്നോടും അധികം എടുക്കണ്ട. അവളെ നിന്നെ പോലെയല്ല, വലിയ കമ്പനിയുടെ ഉയർന്ന ഉദ്യോഗമുള്ളവളാ. അവള് കഴിച്ച എച്ചിൽ മാത്രം കഴിയുന്ന വെച്ച് നിനക്കൊന്നും സംഭവിക്കാൻ പോണില്ല, കേട്ടടി. ആ അമ്മായി അമ്മയെ പോലെ കാണുമെന്നൊക്കെയാ പറയാറ്. അതൊന്നും ഇവിടെ നടക്കുമെന്ന് തോന്നണില്ല. നിങ്ങൾ എനിക്ക് പണിയാവൂന്നാ തോന്നണേ. എന്റെ മോനിങ്ങ് വന്നോട്ടടി. നിന്റെ തിമിരെ അപ്പ ഞാൻ തീർത്തു തരാം. ഡേ, ഇന്നെന്റെ മോൻ വരേണ്ട ദിവസമാണ്. അവന് വായിൽ വെച്ച് കഴിക്കാൻ പറ്റുന്ന വല്ലതും ഉണ്ടാക്കി കൊടുക്കണേ. എനിക്ക് അറിയാവുന്നുള്ള രീതി നന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞാൻ ഉണ്ടാക്കിയ ഫുഡ് ചേട്ടൻ നന്നായിട്ട് എന്നെ കഴിച്ചിട്ട് പോയെ. പിന്നെ എന്തിനാണ് അതിന്റെ ഇടയിൽ കിടന്ന് ഇളക്കാൻ പറഞ്ഞേ? പിന്നെ വേറൊരു കാര്യം, അവൻ 6 മാസം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് വരുന്നത്. അവൻ ഇച്ചിരി റെസ്റ്റ് ഒക്കെ വേണം. അവന്റെ മുറിയിൽ ചെന്ന് കിന്നരിച്ചോണ്ടൊന്നും നിൽക്കരുത്, കേട്ടല്ല? വരുന്നതേ എന്റെ ഭർത്താവാണ്, അല്ലാതെ കാമുകനല്ല. വിവരക്കേട് പറയാതെ സ്ത്രീയെ. സിന്ധു, എൻ്റെ തുണി പുറത്ത് വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. മഴക്കോൾ വരുന്നുണ്ട് കേട്ടോ, ഒന്നൊന്ന് മടക്കി വെക്കാവോ? എടി ഒരു മിനിറ്റ്, നിനക്ക് എന്നെ പോയി ചെയ്യാന്ന കാര്യമല്ലേ ഉള്ളൂ അത്. എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. പിന്നെ സ്വന്തം തുണി പോലും മടക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ്. മോളെ, നീ വിഷമിക്കണ്ട. അവക്കുള്ള പണി അമ്മ കൊടുത്തോളാം. എന്ത് പണി? എന്താ അമ്മയുടെ പ്ലാൻ? അവൻ ഈ വന്നോട്ടേടി. അവന്റെ മുമ്പിൽ ഈ അവളെ ആട്ടമൊന്നും നടക്കത്തില്ലല്ലോ. നമ്മുടെ മുമ്പിലല്ലേ അവൾ ഈ വേലയൊക്കെ കാണിക്കത്തുള്ളൂ. അമ്മ വ്യക്തമായിട്ടൊന്ന് പറ. അവിടെ എവിടെയും തൊടാതെ പറഞ്ഞാ? ഇപ്പൊ അവള് നമ്മൾ എന്തു പറഞ്ഞാലും നമ്മളോട് തറുതല പറയും. എന്തുകൊണ്ടാ? അവക്കിവിടെ ആരെയും പേടിക്കാനില്ലല്ലോ. പക്ഷെ അവൻ വന്നാലോ, ഞാൻ എന്തു പറഞ്ഞാലും അവള് മിണ്ടാതെ അത് ചെയ്യും. അമ്മ കരുതും പോലെ അത് അത്ര ഈസി അല്ല. അവള് പഠിച്ച കള്ളിയാ. പോരാത്തതിന് ഏട്ടൻ അവളെ ഭയങ്കര വിശ്വാസമാ. അതൊന്നും നടക്കൂല. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോണേന്ന്. എന്താ കഴിക്കല്ലേ? നല്ല വിശപ്പുണ്ട് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കി നല്ല ചൂട് ദോശയുണ്ട്, വാ കഴിക്കാം. എന്നാ അത് വേഗം പോയിട്ട് എടുത്തോക്കെ, ഞാൻ പോരാ. ഇനി കുറച്ചുകൂടി ചട്നി വെച്ചേ. ഈ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെ. പുറത്തുനിന്നാണ് ഈ കഴിച്ച് മടുത്ത്. എടി, നീ ഇവിടുത്തെ പണിയൊക്കെ തീർത്തിട്ടെ പെട്ടെന്ന് റൂമിലോട്ട് വരണേ. ദോശയൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. അമ്മ ഉണ്ടാക്കിയതാ. സിന്ധു പറഞ്ഞ അവളുണ്ടാക്കിയാന്ന്. ആ ഞാനും അമ്മയും കൂടെ ഉണ്ടാക്കിയതാ അല്ലേ അമ്മേ? ഓഹോ, അങ്ങനെ പറ. എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്.
എടി അമ്മ കിടന്നോ? ആ അമ്മ കിടന്നു. സിന്ധു, സിന്ധു, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യമുണ്ട്. എന്താ അമ്മേ? നീ ഇപ്പഴേ കിടന്നാലെങ്ങനെ? നാളെ രാവിലത്തേക്കുള്ള ഇഡലിക്ക് അരി ഉഴുന്ന് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. പോയി ആ ഗ്രൈൻഡറിൽ നല്ലവണ്ണം അരച്ച് മാവാക്കി വെക്കടി. ഇപ്പൊ ഈ സമയത്ത് തന്നെ ചെയ്യണോ? ഇപ്പഴല്ലാതെ പോയി അരച്ച് വെക്കടി ഇങ്ങോട്ട്. എന്താ ഇവിടെ? അതുകൊണ്ടല്ലോ നാളെ കാലത്തെ കാപ്പിക്ക് വേണ്ടിയിട്ട് അമ്മ അരി ഉഴുന്ന് വെള്ളത്തിട്ടിട്ടുണ്ട്. അമ്മ പറയുന്നു അമ്മ അരച്ചോളാം. ഞാൻ പറഞ്ഞില്ല, ഞാൻ കൂടെ ഹെൽപ്പ് ചെയ്യാന്ന്. പക്ഷെ അമ്മയ്ക്ക് ഒരേ നിർബന്ധം, അമ്മയ്ക്ക് എന്നെ ചെയ്യണമെന്ന്. ഇല്ല അമ്മേ? അല്ല പോലെ എടി അമ്മ ചെയ്യാന്ന് പറഞ്ഞല്ലേ, അമ്മ ചെയ്തോളും. അമ്മയ്ക്ക് ഉഴുന്ന് അരയ്ക്കാൻ കൊതിയായിട്ടാണെന്ന് തോന്നുന്നുണ്ട്. അല്ല അമ്മേ, വാ നമുക്ക് പോയിട്ട് കിടക്കാം. വന്നേ, വേഗം നടക്ക്. ഇത് വാങ്ങിയാലോ? നിങ്ങൾ എവിടെ പോണു മോളെ? നമ്മളൊന്ന് അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതാ അമ്മ. അയ്യോ, മരുന്ന് വല്ല ഇരിപ്പുണ്ടോ? എന്തു പറ്റിയമ്മ? എന്താന്നറിയില്ല മോനെ, രാവിലെ തൊട്ടേ നല്ല തലവേദന. ആണോ അമ്മേ? എടി അമ്മ ഈ അവസ്ഥയിലിരിക്കുമ്പോ അമ്മേനെ ഒറ്റയ്ക്കാക്കി പോണോ? നമുക്ക് വേറൊരു ദിവസം അമ്പലത്തിൽ പോയാ പോരെ? അമ്മയ്ക്ക് ഈ ഇടയിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടല്ലേ? അതെ അതെ. ആ അമ്മയ്ക്ക് നല്ല സമയദോഷമാണ് കേട്ടോ. ഞാൻ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടേ ഒരു വഴിപാട് നേർന്നിട്ടുണ്ട്. എനിക്ക് അതിന് പോയേ പറ്റൂ. അത് ശരിയാ അമ്മേ, അങ്ങനെ ഒരു വഴിപാട് നേർന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ പോയിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് വരാം. ആണോ? എങ്കിൽ ഞാനും കൂടെ വരാം. അയ്യോ, ഈ തലവേദന വെച്ചിട്ടുണ്ടോ? നല്ല വെയിലാ പുറത്ത്. അമ്മ എവിടെ ഇരുന്നാ മതി, ഞങ്ങള് പോയി ചെയ്തിട്ട് വരാം. ഞങ്ങള് പോയിട്ടേ അമ്മയ്ക്ക് വേണ്ടി നല്ല കരഞ്ഞു പ്രാർത്ഥിച്ചിട്ട് വരാം. അമ്മ റെസ്റ്റ് എടുത്തോ, വയ്യാതിരിക്കല്ലേ. വാ വാ. ശരി അമ്മ. അമ്മേ, അവൾ ആര്യ എന്തേ? അവൾ ഇതുവരെ എണീറ്റില്ലേ? എടാ, അവക്ക് ഭയങ്കര ജോലി തിരക്കായിപ്പോ. അവള് വരും, നീ കഴിക്ക്. നീ എന്താ കഴിക്കുന്നില്ലേ? എടി ഇവിടെ ഇരിക്കല്ലേ, ഇരുന്ന് കഴിക്ക്. വേണ്ട വേണ്ട, ആര്യ ഇപ്പൊ വരും. പിന്നെ സിന്ധു വിളമ്പി തന്നാലേ ഒരു പ്രത്യേക ടേസ്റ്റാ. അമ്മമാര് കുഞ്ഞുങ്ങൾക്ക് വാരി കൊടുക്കുന്നില്ലേ, അതുപോലെയാ. അല്ലേ, അവൾ ഇപ്പോഴൊന്നും വരില്ല. നീ അവിടെ ഇരുന്ന് കഴിച്ചേ. മീൻ കറിയില്ല? അല്ലേ, അത് കുറച്ചങ്ങോട്ട് വയ്ക്കേ. നീ എന്താടി എണീക്കാൻ നേരം വയ്യോ? ആ ഏട്ടാ, ഏട്ടൻ ഇന്നലെ എത്തിയപ്പോ താമസിച്ചായിരുന്നോ? അതെ, കുറച്ച് വൈകി, ട്രെയിൻ ലേറ്റായി. ആ, ഞാൻ ഇന്നലെ നേരത്തെ കിടന്നു. സിന്ധു എനിക്ക് കഴിക്കാനെടുത്തേ. എന്താ നിനക്ക് എടുത്ത് കഴിക്കാൻ പാടില്ലേ? എടുത്ത് കഴിക്ക്. എങ്ങനെ പോകണോടി നിന്റെ ജോലിയൊക്കെ? ജോലി ഭയങ്കര തിരക്കാണ് ഏട്ടാ. ചില ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനുള്ള സമയം പോലും കിട്ടാറില്ല. ഐ.ടി.കാരുടെ എല്ലാവരുടെ അവസ്ഥ അതുപോലൊക്കെ തന്നെ. നമ്മൾ സമയം കണ്ടെത്തി ഫുഡ് കഴിക്കണം. നീ വീട്ടിലുള്ളപ്പോഴേ ചേർത്തിയമ്മേനെ കൂടെ സഹായിക്കണം കേട്ടോ. സിന്ധുവിനെ പോലെ നാളെ നീയും വേറൊരു വീട്ടിൽ പോകാനുള്ള, അത് നീ മറക്കണ്ട. അവളെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് അവള് നോക്കുന്നുണ്ട്. ആ ഏട്ടാ, അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇല്ലേടി? ഏട്ടാ നോക്കിക്കോ, നമ്മള് കഴിച്ച എല്ലാ പാത്രവും അവളിപ്പോ കഴുകി വെക്കും. അത് മാത്രല്ല, വീട് ഫുള്ള് കംപ്ലീറ്റ് അടിച്ച് വൃത്തിയാക്കി വെടിപ്പാക്കും. അത് വേണം. ഗുഡ്. നീ ഇതുപോലെ എല്ലാം സിന്ധുവിനെ കണ്ട് പഠിക്കണം. എല്ലാം എന്റെ ട്രെയിനിങ് ആണ് അല്ലേ?
നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ലല്ലേ അമ്മേ, എല്ലാം ചീറ്റിപ്പോയി. നമ്മൾ അവൾക്ക് കൊടുക്കാന്ന് വിചാരിച്ചിരുന്ന പണി മുഴുവനും അവള് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. അവൾ ആളൊരു ഭയങ്കര സാധനം കേട്ടോ. ആ, മോൻ ഇറങ്ങിയാ? ആ ഇറങ്ങിയമ്മേ. എന്നാ ശരി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. ശരി. ഓക്കെ, ബൈ ബൈ. അമ്മേ, ഒരു ചായ എടുക്കട്ടെ? അമ്മയോ? ഇത്രയും കാലം നീ അങ്ങനെ അല്ലല്ലോ എന്നെ വിളിച്ചിരുന്നത്. തള്ളിയെന്ന് തന്നെയാ വിളിച്ചോണ്ടിരുന്നത്. പിന്നെ കുറച്ച് ബഹുമാനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച അമ്മയെന്ന് വിളിച്ചപ്പോ. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, രാവിലെ എന്റെ മെക്കിട്ട് കയറാൻ നോക്കരുതേ. നിന്നെ ഞാൻ ഇവിടെ വാഴിക്കുമെന്ന് നീ വിചാരിക്കണ്ട. നിന്നെ ഞാൻ കാണിച്ചു തരാടി. ഓ, അതൊക്കെ എനിക്കറിയാം. നിങ്ങൾ അമ്മയും മോളും കൂടെ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്തതൊക്കെ ഞാൻ കേട്ടായിരുന്നു. ഇപ്പൊ നമ്മൾ അവളോട് എന്ത് പറഞ്ഞാലും അവള് നമ്മളോട് തറുതല പറയും. എന്തുകൊണ്ട്? അവക്കിവിടെ ആരെയും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ അവൻ വന്ന അവന്റെ മുമ്പിൽ വെച്ച് ഞാൻ എന്തു പറഞ്ഞാലും അവളത് ചെയ്യും. അതിനൊന്നും മറുപടി പറയാത്തതേ എന്റെ മാന്യത. ഒരുപാട് അഭ്യാസം ഇറക്കാൻ നിന്നാലേ അതിന്റെ 100 ഇരട്ടി ഞാനും തിരിച്ചിറക്കും. വയസ്സായ കാലത്ത് മര്യാദയ്ക്ക് വെള്ളം കുടിച്ച് ജീവിക്കണമെങ്കിൽ എന്റെ കൂടെ മര്യാദയ്ക്ക് നിന്ന് പൊക്കോ. ഓരോ പ്രശ്നം വരുമ്പം പെട്ടിയും കിടക്ക എടുത്തു പോകുന്ന പെൺപിള്ളേരെ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ ആ കിടക്കപ്പെടുന്ന ആളല്ല. ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. ഓരോ പെൺകുട്ടികൾക്ക് വന്നു കയറുന്ന വീടാ പിന്നെ അവരുടെ സ്വന്തം വീട്. അമ്മയ്ക്കും കെട്ടാറായ ഒരു മോള് നിൽക്കുകയില്ലേ? നാളെ അവള് വേറൊരു കുടുംബത്തിലല്ലേ കയറി പോയേണ്ടത്? ഇതൊക്കെയാണ് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കണേ. എങ്കിൽ അവള് ഏതെങ്കിലും വീട്ടിൽ പോയിട്ട് 2 ദിവസം കഴിയുമ്പോൾ തിരിച്ച് പ്രശ്നം ഉണ്ടാക്കി വരും. മനസ്സിലായോ അമ്മായി അമ്മേ?